ഇനി വരുന്ന കോളില്ല. പിന്നെന്ത് പുല്ലിനാ വിളിച്ചു പറഞ്ഞ് കൊതിപ്പിച്ചത്? പഠിക്കുന്ന പിള്ളേരല്ലേ, സാറന്മാര് ചിലപ്പം വിട്ടു കാണത്തില്ല. അവന്റെ ഒരു കോപ്പിലെ പഠിപ്പ്. അവനിനി IAS പഠിക്കുമ്പോഴും അവൻ എനിക്ക് കൊച്ചാ. നിനക്കറിയോടാ കുട്ടപ്പായി, പപ്പായും മമ്മായും കാർ അപകടത്തിൽ മരിക്കുമ്പോ എനിക്ക് വയസ്സ് 16. അവൻ 2 വയസ്സുള്ള കുഞ്ഞാ. മരണമെന്ന് വെച്ചാ എന്തുവാന്നറിയാത്ത പ്രായം. അവനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോ അവൻ ഒരു പിടിയുമില്ല. പിന്നെ അറിയിച്ചിട്ടില്ല ഒരു ദുഃഖവും ഒരു പ്രയാസവും. അവന് ഞാൻ പപ്പായും മമ്മായുവാ, ചേട്ടനാ, അടുത്ത ഫ്രണ്ടാ, അല്ലേടാ? അല്ല, അതിനിപ്പോ എന്നാ പറ്റി? ഗോപിച്ചായൻ പറഞ്ഞു അല്ലാന്ന്. ഇല്ലടാ, അല്ലാന്ന് അവൻ പറയത്തില്ല. അവൻ എന്റെ ചെറുക്കനല്ലേ. കണ്ണടയം വരെ എനിക്ക് തുണ അവനല്ലേ. എന്റെ വല്യപ്പച്ചനെ നിനക്കറിയാവോ? ഈ മണ്ണിന്റെ ഉടമ. അകത്ത് പടം കണ്ടിട്ടുണ്ട്. എന്നെ കൃഷിക്കാരനാക്കിയത് വല്യപ്പച്ചനാ. ഹി വാസ് ഗ്രേറ്റ്, ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ്. മരിക്കുന്നതിന് 1 വർഷം മുമ്പ് വല്യപ്പച്ചന്റെ കാഴ്ച പോയി. അതുവരെ മരണത്തെ പേടിച്ചിരുന്ന അങ്ങേർക്ക് പിന്നെ എങ്ങനെയെങ്കിലും മരിച്ചാ മതിയെന്ന. തനിച്ചിരുന്ന് കരയുന്ന അങ്ങേരെ കാണുമ്പോ എന്റെ ഇവിടെ ഒരു ഭാരം കൂടുക. അതൊക്കെ ഓർക്കുമ്പോ ഇനിയും കാക്കുന്നില്ലേ? ഇനി പോയി പണി നോക്കാൻ പറ. ഇനി വന്നാൽ തന്നെ എന്നെ ഉണത്താനൊന്നും നിൽക്കരുത്. എനിക്ക് കാണണ്ട. എന്നാ അച്ചായ വല്ലതും കഴിച്ചേച്ചോടാ. എനിക്ക് കേട്ടാനല്ലോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടപ്പായി, അച്ഛനവിടെ കിടന്നോ? ഗോപിച്ചോ, ശരിയായ നടപടിയല്ല കേട്ടോ. എന്താ? വന്നേ. കണ്ടല്ല, നിങ്ങൾ വരുന്നോന്ന് കേട്ടപ്പോ തൊട്ട് തറയിൽ നിൽക്കാതെ അച്ഛൻ പണി തുടങ്ങിയതാ. കാത്തിരുന്ന് മടുത്തപ്പോ ഏതാണ്ടെല്ലാം പറഞ്ഞിട്ട് പോയി കിടന്നു. ഇന്നത്തെ ദിവസം ഒരു വക കഴിച്ചിട്ടില്ല. കഷ്ടായി പോലെ ബോബി, നമുക്ക് വിളിച്ചോട്ടെ, സോറി പറയാം. ജോണിച്ചേ, ജോണിച്ചേ, എഴുന്നേക്കുന്നേ. ഓടാ, എനിക്കൊന്നും കാണണ്ട. ഞങ്ങൾ കുറച്ച് ലേറ്റായി, അത് സത്യമാണ്. ഒന്ന് ക്ഷമിക്കുന്നേ. ജോണിച്ചായ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ക്ഷമിക്കുന്നേ? ബോബി, നീ സൂചിപ്പിക്കാതെ പോകുന്നുണ്ടോ? അച്ചായന് വേണ്ടി എന്റെ ഫ്രണ്ട്സ് വാങ്ങിച്ചുകൊണ്ടെന്ന് എന്താന്ന് നോക്ക്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തറയിൽ ഒഴിക്കും. ജോണി വാക്കർ ബ്ലാക്ക് ലേബലാ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്നാ പിന്നെ ഇതുമായിട്ട് ഞാൻ നേരത്തെ വന്നുകൂടായിരുന്നോടാ. എടാ കരിമാക്കാനെ സോഡയും കോപ്പൊക്കെ എടുത്തിട്ട് വാടാ. അതല്ലേ കൊണ്ടുവരുന്നത്. ഞാപ്പടാ, ഞാനൊന്ന് ചൂടാക്കിയേക്കാം. എന്താ? എന്നാ ഒന്ന് വേഗം നില്ല, ഒന്ന് ഓടിച്ചാടി നില്ലടാ. കൊച്ചു പിള്ളേരാ, അതുങ്ങളെ കണ്ണുകൊടുത്ത് ചീത്തയാക്കല്ലേ. ഞാനോ കൂടെ കൂടി ഇങ്ങനെ ആയി. വകുപ്പടിക്കാതെ വേണേ ഒന്നെടുത്ത് വലിച്ചോടാ മാക്കാൻ. ഞാൻ നിർത്തി. ഈ കൂട്ടായിട്ട് ശരിയാവേലെ. എല്ലാം കൂടെ എടുത്തങ്ങ് അടിച്ച് അലമ്പാക്കരുത്. അബദ്ധാർക്കും പറ്റരുത്. ഓരോ അപ്പറ്റൈസർ, അത് കഴിഞ്ഞ് ഭക്ഷണം. നിങ്ങൾ വഴിക്ക് വെച്ച് വല്ലതും കഴിച്ചോ? ഓരോ ബിയർ. ജോണിച്ചേ, ഇത് മൻസൂർ, നല്ലൊരു അത്ലറ്റാ. എന്താ ബോക്സിംഗ് ആണോ? അല്ല, ക്രോസ് കൺട്രിയാ. ഷെല്ലി, ഭേദപ്പെട്ടു പ്രേമിസ്റ്റ. അത് അയാളുടെ മെടുക്ക്, അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലേ ഷെല്ലി? ജീവൻ, സ്വന്തം ജീവനോ മറ്റുള്ളവരുടെ ജീവനോ? ജോണിച്ചേ, ഇത് ഐ ആം ജോണി വർഗീസ്. ഐ ആം മേനൻ, മധു. അയ്യോ, ആളെ കാണുന്നതിന് മുമ്പ് പേര് കേട്ടിരുന്നത് ഞാൻ വേറെ വല്ലതും പ്രതീക്ഷിച്ചു പോരാ. വിഷ്ണു, വിഷ്ണു എവിടെ? എന്താ മഹാറി എന്ന് പറഞ്ഞത്? അവസാനം എൻട്രി ചെയ്യുന്ന ഒരു വെയിറ്റ് ആണെന്നാ? അതോ എന്റെ ലാത്തി ബോറടിച്ചിട്ടോ? എന്താ ഒന്നും മിണ്ടാത്ത? മിണ്ടില്ല ചായ. വിഷ്ണു സംസാരിക്കില്ല, സംസാരിക്കാനാവില്ല. എന്തി പിടിക്കുമ്പോഴാ അമ്മയുടെ മരണങ്ങളുടെ ഷോക്കില്. ഐ എം സോറി. സോറി മോനെ, എനിക്കറിയാനില്ല. ബോബി കേക്കാവടാ? കേക്കാം. എല്ലാ നന്മയും കൊടുക്കുന്ന കർത്താവെ നീ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. വിഷ്ണു കഴിയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ജോണി ചായയോട് കൊതി തോന്നുന്നു. എന്തിനാ മോനെ? അല്ല, ഈ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഇവിടെ മൊത്തത്തിൽ കൊള്ളാം. ക്ലിൻറ്റ് പടത്തിലെ പോലെ. നിങ്ങൾ പടത്തിൽ കണ്ടിട്ടുള്ള ആ മണ്ണില് 16 വയസ്സ് വരെ ജീവിച്ചവനാ ഞാൻ. ഓർമ്മയിലുള്ള പോലെ ഇതൊക്കെ ഞാൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഒന്ന് അലക്കി പൊളിച്ചിട്ട് യവന്മാരെ പോകത്തുള്ളൂ. അതിനെന്താ, നമുക്ക് നേരത്തെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഹോളിഡേ. എന്താ പറയാ, കളിയും ചിരിയും ഒക്കെ ആയിട്ട് കുറെ ദിവസങ്ങൾ നിങ്ങൾക്ക് തരാൻ എന്റെ അതേ ഉള്ളൂ.